ഹലോ, എൻ്റെ പേര് ജിൻഷ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇലാൻസിൽ CMA പാർട്ട് 2 ചെയ്യാണ്. ഒരിക്കലും ഞാൻ CMA ചൂസ് ചെയ്യുന്നേ വിചാരിച്ചില്ല. ഇതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ചെറുപ്പത്തിൽ ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ അത് പോയി. 10th കഴിയുന്നവരെ ടീച്ചർ എന്നുള്ള ഇതായിരുന്നു. പിന്നെ +1 കൊമേഴ്സ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് തന്നെ എടുത്തു. 10th ഫുൾ A+ ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു സയൻസ് എടുത്താൽ മതി, കൊമേഴ്സിലേക്ക് പോകണ്ട. എല്ലാവരും നിർബന്ധിച്ചു. ഞാൻ കൊമേഴ്സ് എടുത്തു. എനിക്ക് അതായിരുന്നു താല്പര്യം ഫസ്റ്റ്. പിന്നെ ഒരു ബിസിനസ് വുമൺ ആവണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു എന്റർപ്രണർ ആവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കൊമേഴ്സ് എടുത്തു. +2 കഴിഞ്ഞു. +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ CMA നമുക്ക് കരിയർ ക്ലാസ്സിൽ വന്നപ്പോൾ CMAനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല. CA എടുക്കണം എന്നായിരുന്നു ആദ്യം ഉണ്ടായത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു CMA നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ 2 പേപ്പറേ ഉള്ളൂ, 2 പാർട്ടേ ഉള്ളൂ. അതിൽ 12 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ 1 ഇയർ അല്ലെ 1.5 ഇയർ കൊണ്ട് തീർക്കാന്ന് വിചാരിച്ചു. അങ്ങനെ CMA എടുക്കാന്നുള്ളൊരിതായി. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എടുത്തു. ഇപ്പോൾ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്നൊരു തോന്നുന്നുണ്ട്, പറ്റുമായിരിക്കും. ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞു. പാർട്ട് 2 കഴിയാനായി. അപ്പൊ ഇനി എക്സാം ജനുവരി-ഫെബ്രുവരി വിൻഡോയില് എഴുതണം എന്നുണ്ടായിരുന്നു. പക്ഷെ കോൺഫിഡൻസ് ഇല്ലാത്തോണ്ട് നെക്സ്റ്റ് വിൻഡോയില് എഴുതാന്നാണ് വിചാരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലല്ല, എനിക്ക് കേക്കിന്റെ ഒക്കെ ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ അത് ചെയ്യുമ്പം അതിലേക്ക് കടക്കണം അപ്പോഴുണ്ടായിരുന്നു. ഇപ്പം അതില്ല. CMA പാസ്സായി. മെന്റർ ആവണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ വേറെ ബേക്കിങ്ങും അതൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട്. അമ്മേനെയും അച്ഛനെയും ഒക്കെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊന്നും പറ്റൂല. ഇടക്ക് മാത്രമേ നാട്ടിൽ പോകാൻ കഴിയൂ. കുറച്ച് ദൂരം ആയതുകൊണ്ട് എപ്പോഴൊന്നും പോകാനും പറ്റില്ല. സ്റ്റഡിയില് കോൺസെൻട്രേറ്റ് ചെയ്യാണിപ്പോ. +2 കഴിഞ്ഞ് CMA എടുത്തപ്പോ എനിക്ക് വല്ലാണ്ട് മിസ്സിങ് ആയിരുന്നു. ഡിഗ്രിക്ക് പോകാൻ കഴിയില്ല. പക്ഷെ അത് ഞാൻ തന്നെ എടുത്ത തീരുമാനമായിരുന്നു, ഡിഗ്രിക്ക് പോകണ്ടെന്നുള്ളത്. അതൊരു വല്ലാത്ത മിസ്സിങ് തന്നെയാണ്. പക്ഷേങ്കില് ഇത് പഠിച്ചാൽ നല്ലൊരു ലൈഫ് ഉണ്ടാകും. എനിക്ക് നല്ലൊരു ലൈഫ് ആണ് വേണ്ടത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ കഴിയണം. അപ്പോൾ ഞാൻ അത് സാക്രിഫൈസ് ചെയ്തു. അതെന്റെ ലൈഫിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം. എൻജോയ്മെന്റ് ഇല്ലാന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ എല്ലാരും നല്ല എൻജോയ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് എല്ലാരും ഏട്ടന്മാരും ചേച്ചിമാരാണ്. അപ്പൊ എന്നാലും അങ്ങനെ അവര് മുതിർന്ന അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാരും ഒരുപോലെ തന്നെ ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ്. മെന്റർ നിയാസ് സാർ ആയാലും ഫാക്കൽറ്റീസ് എല്ലാരും നല്ലോണം ക്ലാസ് എടുത്തിരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതും ആപ്പില് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ക്ലാസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്റ്റഡീസ് വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്നാലും കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് സ്റ്റഡീസ് കുറച്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ക്ലാസ് കണ്ട് അത് ഓക്കെ ആക്കാൻ പറ്റും. മെന്റേഴ്സ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവര് കുറെ സമയം ഇരുന്നിട്ട് തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചെയ്യാനൊന്നും വലിയ കുഴപ്പമുണ്ട്. പക്ഷേ അവര് പറഞ്ഞു തരുന്നോണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട്. കണ്ണൂരിന്ന് ഇവിടെ വരുമ്പോ ഫസ്റ്റ് ഒന്നും അങ്ങനെ വലിയ മിസ്സിങ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ ഒപ്പരം പഠിച്ചത് തന്നെ. അപ്പൊ ഫസ്റ്റ് വലിയ മിസ്സിങ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അമ്മേന്റെ ഫുഡ് അത് ഭയങ്കര ഒരു മിസ്സിങ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം മിസ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ കരയും അമ്മേനെ കാണാണ്ടിരിക്കുമ്പോ. അപ്പൊ ഇടയ്ക്ക് പോകാറുണ്ട്. ലീവ് ഇല്ലാത്തോണ്ട് നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ലീവ് കിട്ടുമ്പോ പോകും.
ഏറ്റവും കൂടുതൽ ഫുഡാണ് മിസ് ചെയ്യുക അമ്മേന്റെ. അപ്പൊ ഇടയ്ക്ക് പോയിട്ടാവും നല്ലോണം ഫുഡ് കഴിക്കും. ഏറ്റവും നല്ല മെമ്മറി ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു. എപ്പോഴും നമുക്ക് ക്ലാസ്, പിന്നെ എക്സാംസ് ഇടക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ സ്റ്റഡീസ്, അങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈം ആ ഓണം സെലിബ്രേഷൻ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. അതായിരുന്നു നല്ലതായിട്ട് മെമ്മറി. ഇവിടെ വന്നിട്ട് നല്ലൊരു മെമ്മറി ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി രാഹുൽ സാർ, നല്ല ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാഹുൽ സാറിന്റെ ക്ലാസ്. പിന്നെ ഹിജാസ് സാർ, എല്ലാ ഫാക്കൽറ്റീസും നല്ല ക്ലാസ്സസ് ആയിരുന്നു. നല്ല സപ്പോർട്ടാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും ക്ലാസ് എടുക്കാനും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഫ്യൂച്ചറിൽ ആദ്യമൊന്നും CMA എടുത്തപ്പോഴും ഒരു എന്താവണം എന്നൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കൊരു മെന്ററായി ഫാക്കൽറ്റി ആവണം എന്നുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുമോന്നറിയില്ല, എന്നാലും ആവണം എന്നുണ്ട്. എനിക്ക് ടീച്ചിങ് അങ്ങനെ താല്പര്യമുണ്ട്. പക്ഷെ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോന്ന് ഇപ്പൊ അറിയില്ല. മേ ബി എനിക്ക് പറ്റും. ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്നുള്ള ഒരാൾക്ക് CMA ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. 3 വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. അതിനുള്ളിൽ നമുക്ക് എന്തായാലും എഴുതിയെടുക്കാൻ പറ്റും. അത്ര വലിയ ടഫ് ഒന്നല്ല, എന്തായാലും പറ്റും. ആസ് എ CMA സ്റ്റുഡന്റ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കണം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് പറ്റും എന്തായാലും. മോക്ക് എക്സാം ഉണ്ടാവും, ഒരു 3-4 ദിവസം ലീവ് ഉണ്ടാവുമ്പം അത് ഓരോ സെക്ഷനായിട്ട് തന്നെ പഠിക്കണം. ദിവസവും ഇരുന്ന് പഠിച്ചാൽ അത്രയും നല്ലത്. അപ്പം വേഗം അച്ചീവ് ചെയ്യാൻ പറ്റും.